ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബ്രെഡ് പോളയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. അതിന് വേണ്ടി ഞാൻ കുറച്ചധികം ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ പശുവും പാലാണ് മിക്സ് ആക്കുന്നത്. അത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ച് നമുക്കൊരു നല്ലൊരു ബാറ്റർ തയ്യാറാക്കാം. കണ്ട, ഈ ഒരു അളവിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മൂടി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ട് അത് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാണ് ഞാൻ അതിലേക്ക് മൂപ്പിച്ചെടുക്കണത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചീവിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ക്യാപ്സിക്കവും തക്കാളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കവും ഒരു ഹാഫ് തക്കാളിയാണ് കേട്ടോ ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ടേക്കണത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടി ഒന്ന് ഇളക്കി വാട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേറെ പൊടികളൊന്നും അതിലേക്ക് മിക്സ് ആക്കണില്ല കേട്ടോ, ഇട്ട് കൊടുക്കണില്ല. ഇനി നമുക്കതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോയ ചങ്ക്സ് ആണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും കൂടി മിക്സ് ആക്കിയിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂണ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിനെ ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ടൊരു നല്ല കട്ടിയുള്ളൊരു പാത്രത്തിൽ ഇത്തിരി ഓയിൽ തടവിയിട്ട് നമുക്ക് ഈ ബാറ്ററിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്കൊന്ന് ലെവലാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിൽ ഫുള്ളങ്ങോട്ട് നിരത്തി കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു പോളയാണ് കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അയ്യോ, സോയാണല്ലോ, അത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചീസാണ് ഇടേണ്ടതുണ്ടായിരുന്നത്, പക്ഷേ ഞാൻ മറന്നുപോയി ചീസ് ഇടാനായിട്ട്. അപ്പം ഞാനതിൽ ഒഴിച്ച ബാറ്റർ കോരി എടുത്തിട്ട് വീണ്ടും അതിൽ ചീസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ച് ഫില്ല് ചെയ്തിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു തട്ടിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊരു 10 മിനിറ്റോളം ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് മറുവശവും കൂടിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതൊരു 5 മിനിറ്റാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ തീയിലാണ് വേവിച്ചത്. അപ്പോൾ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഈ സോയ നിങ്ങൾ വെച്ചിട്ട് ഇതുപോലെ ഒരു പോള തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നോമ്പിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. താങ്ക് യു.